all are invited to the second part of Unit 5, Economic Sources, സാമ്പത്തിക സ്രോതസ്സുകൾ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധം എങ്ങനെ സഹായകമാകുന്നു എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണിത്. ഇൻ്റർ റിലേഷൻ എമംഗ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ യഥാക്രമം കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്ന് അറിയപ്പെടുന്നു എന്നും അതിൻ്റെ കാരണം എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. പ്രാഥമിക മേഖല കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു, അതിനാൽ കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. പ്രൈമറി സെക്ടർ gives importance to agriculture, so it is called agricultural sector. ദ്വിതീയ മേഖല വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, വ്യാവസായിക മേഖല എന്ന് അറിയപ്പെടുന്നു. സെക്കൻഡറി സെക്ടർ gives importance to industrial activities, it is called industrial sector. തൃതീയ മേഖല സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. All services are included in tertiary sector, so it is called service sector. The interrelation among primary, secondary and tertiary sectors. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധം ഒരു ചിത്രീകരണത്തിലൂടെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത, വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. Economic growth takes place when primary, secondary and tertiary sectors function as a whole. For example, raw cotton, a product of primary sector, is a raw material to the textile industry. The services of transport and communication are essential for supplying these products to the customers. All these are services of tertiary sector. തന്നിരിക്കുന്ന ചിത്രീകരണങ്ങളിൽ നിന്നും നമുക്ക് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താവുന്നതാണ്. ഒരു വർക്ക്ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ഫ്യൂ മോർ എക്സാമ്പിൾസ് ഡെപിക്റ്റിംഗ് ദ ഇൻ്റർറിലേഷൻ ഓഫ് സെക്ടേഴ്സ്. മേഖലകളുടെ പരസ്പര ബന്ധം ചിത്രീകരിക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമാണിത്. Every employment in our country falls under the primary, secondary and tertiary sector. In India, the availability of employment in primary, secondary and tertiary sectors varies. You can find an increased access to employment in some sectors, while it's not so in the other sectors. Examine the table showing the percentage of employment availability in different sectors from 1993 to 2011. Which sector shows an increased trend in the availability of employment? Which sector shows highest availability of employment in all periods? How much is the employment availability in primary sector greater than of the other two sectors in 2011? Write your findings after analyzing the table
based on these indicators. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. ഇന്ത്യയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. ചില മേഖലകളിലെ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് പട്ടിക വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എഴുതി നോക്കൂ. എന്തൊക്കെയാണ് സൂചകങ്ങൾ? ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത്? ഏതു മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റു 2 മേഖലകളിലെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? തന്നിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്യുമ്പോൾ കണ്ടെത്തുന്ന നിഗമനങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻക്രീസസ് ഇൻ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും തൊഴിൽ ലഭ്യത വർദ്ധിച്ചു വരുന്നു. പ്രൈമറി സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരീഡ്സ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയിലാണ്. ഇൻ 2011 employment availability in primary sector is 31.7% greater than that of secondary sector and 27.9% that of tertiary sector. 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത ദ്വിതീയ മേഖലയെ അപേക്ഷിച്ച് 31.7%, തൃതീയ മേഖലയെ അപേക്ഷിച്ച് 27.9% കൂടുതലാണ്. ഇന്ത്യ ഹാസ് ബീൻ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി സെക്ടർ സിൻസ് ഇൻഡിപെൻഡൻസ്. ദർ ഹാസ് ബീൻ നോട്ടീസബിൾ ഇൻക്രീസ് not only in employment opportunities but in food grain production as well. This is a graphical representation of the trend in food grain production in India during different periods. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. ഭക്ഷ്യോൽപാദന രംഗത്തെ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഡയഗ്രം സൂചിപ്പിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ ഡയഗ്രം ഇൻഡിക്കേറ്റ്? ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് വർധനവ് ഉണ്ടാക്കി. വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഹാവ് ബ്രോട്ട് അബൌട്ട് മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഗ്രെയിൻ പ്രൊഡക്ഷൻ. As per the recommendation of Planning Commission, the people in urban areas whose intake of nutritious food is less than 2,100 calories and those in rural areas those intake of nutritious food is less than 2,400 calories experience poverty. The Economic Survey 2011-2012 states that the percentage of poverty in India is 29.8. Bihar with the highest of 53.5%, Himachal Pradesh with the lowest of 9.5%. Kerala has a poverty rate of 12%.
ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8% ആണ്. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%, കേരളത്തിൽ ഇത് 12%. The diagram states that there is a steady progress in food production in India, but poverty still persists in various parts of India even after the increased food production. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നു എന്ന് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. What may be the reasons? എന്തൊക്കെയാവും ഇതിൻ്റെ കാരണങ്ങൾ? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്, ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. എന്താണ് ഭക്ഷ്യസുരക്ഷ അഥവാ ഫുഡ് സെക്യൂരിറ്റി? Food security exists when all people at all times have physical and economic access to sufficient, nutritious food to meet the dietary needs and food preference for active and healthy life. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഈ നിർവചനം വിശകലനം ചെയ്താൽ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി എന്തൊക്കെ കണ്ടെത്താം? എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം, പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കണം. ഇവ ലഭ്യമാക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുന്ന അവസ്ഥ ഉണ്ടാകണം. By analyzing the definition of food security, what conclusion do you arrive at? All people should get food. At all times should get food. Food should be nutritious. People should have physical and economic access to meet the dietary needs. എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഓർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു എങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. If a country is able to produce sufficient food to meet the requirements of its people, it can be considered as self-sufficient in food. ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ഉറപ്പാക്കിയാൽ മാത്രമേ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയൂ. Should ensure food security and self-sufficiency in food to eradicate poverty. ഇന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇന്ത്യയിൽ പ്രാഥമിക മേഖലയ്ക്കാണ് ഇന്നും പ്രാധാന്യം. ഉൽപാദനം, തൊഴിൽ ലഭ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. Even now, agricultural sector has its own importance in India. Examine this statement based on
പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തെ പ്രവർത്തനം, തൃതീയ മേഖല മറ്റു 2 മേഖലകളേക്കാൾ വളർന്നു വരുന്നു. ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുക. Tertiary sector attains prominence nowadays. Elucidate.